ഹലോ എവരിവൺ, എം ബി ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നു. കുസാറ്റ് MBA നിരവധി ആളുകൾ സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് കുസാറ്റിൽ MBA ചെയ്യുക എന്നുള്ളത്. കേരളത്തിലെ വളരെ പഴയ കോളേജുകളിലൊന്നും കൂടിയാണ് കുസാറ്റിലെ MBA എന്ന് പറയുന്നത്. അപ്പം പലരും ചോദിക്കുന്നു, കുസാറ്റിലെ MBA അഡ്മിഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, കെമാറ്റിൻ്റെ എൻട്രൻസ് മതിയോ, മറ്റ് പ്രോസസ്സുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ആ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എങ്ങനെ നല്ല സ്കോർ കിട്ടാം, അതിനുവേണ്ടി MBA ക്ലൗഡ് എന്തൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ സംസാരിക്കുന്നു. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. SMS കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA ക്യാമ്പസുകൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പഴയ ക്യാമ്പസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരളത്തിലെ SMS കേരളത്തിലെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പഴയ MBA ഡിപ്പാർട്ട്മെന്റിൽ ഒന്നായിട്ടാണ് നമുക്ക് കുസാറ്റിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരും ഉള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുസാറ്റ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും നിരവധി ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് SMS കുസാറ്റ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ചോദിക്കുന്ന കാര്യം, കുസാറ്റിലേക്ക് MBA അഡ്മിഷൻ വേണ്ടി സെപ്പറേറ്റ് എക്സാം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. MBA നമ്മൾ നോർമലി സംസാരിക്കുന്ന റെഗുലർ MBA പ്രോഗ്രാം ആണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് എക്സാം ഇല്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, അതാണ് പ്രധാനമായിട്ട് ആദ്യം പറയുന്നത്. കുസാറ്റിൻ്റെ ഒരു വിൻഡോ ഉണ്ട്, ആ ക്യാറ്റ് രജിസ്ട്രേഷൻ 2026 ക്യാറ്റ് രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആ വിൻഡോയിൽ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. കുസാറ്റിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഒരു വിൻഡോയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഏപ്രിൽ 30 വരെയാണ് സമയമുള്ളത്. അപ്പോൾ നിങ്ങൾ കുസാറ്റിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിൻഡോയിൽ പോയി രജിസ്റ്റർ ചെയ്യുക. അതാണ് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങളുടെ എക്സാം റിസൾട്ടുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് ക്യാറ്റും സിമാറ്റും ഉണ്ടെങ്കിൽ സിമാറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അല്ല, കെമാറ്റ് ആണ് നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്യാറ്റ് പോർട്ടൽ, കുസാറ്റിൻ്റെ ക്യാറ്റ് പോർട്ടൽ 2026 ക്യാറ്റ് പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളെ അടുത്തൊരു പ്രോസസ്സിലേക്ക്, GD ഇന്റർവ്യൂ പ്രോസസ്സിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ക്ഷണിക്കത്തുള്ളൂ. അതിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ക്ഷണിക്കത്തുള്ളൂ. അപ്പം ഇതിൽ കെമാറ്റ് എഴുതി ഒന്നുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. ഈ ഒരു പോർട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ കുസാറ്റിൽ അഡ്മിഷൻ പോർട്ടലിൽ അല്ലെങ്കിൽ ക്യാറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഈ ഒരു രണ്ട് വെബ്സൈറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ഇത് SMS കുസാറ്റ് ഉണ്ട്, MBA ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിന്റെ സബ് ലിങ്ക് ആണ്. ഇത് പേജ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെ റെഗുലർ MBA പ്രോഗ്രാം അല്ലാണ്ട് എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം, ഈവനിങ് MBA പ്രോഗ്രാം, മറ്റ് MBA പ്രോഗ്രാംസുകളും പല ഡിഫറെന്റ് MBA പ്രോഗ്രാംസുകൾ അവിടെ കുസാറ്റ് SMS കുസാറ്റിൽ ലഭ്യമാണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം ഈ ഒരു വെബ്സൈറ്റ് വന്നിട്ടാണ് ഇതാണ് കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജ്. ഇവിടെ അക്കാഡമിക് അഡ്മിഷൻ ക്യാറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റെല്ലാ കോഴ്സുകളിലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന, മറ്റു ചില കോഴ്സുകൾക്ക് കുസാറ്റ് സെപ്പറേറ്റ് ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ MBA സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ല റെഗുലർ MBA പ്രോഗ്രാമിന്. അപ്പം MBA പ്രോഗ്രാമിന് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്യാറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പം ഈ ഒരു രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. ടെസ്റ്റ് സ്കോറുകൾ സാധാരണ കുസാറ്റ് കൺസിഡർ ചെയ്യുന്ന ടെസ്റ്റുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിമാറ്റിൻ്റെ എക്സാം കൺസിഡർ ചെയ്യുന്നുണ്ട്. സിമാറ്റിൻ്റെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം. NDA സിമാറ്റ് ക്യാറ്റ്, ഇപ്പം കഴിഞ്ഞ നടന്ന ക്യാറ്റ്, നവംബറിൽ നടന്ന ക്യാറ്റ്, അത് നിങ്ങൾക്ക് അതിന് സ്കോർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇത് കൂടാണ്ട് ഇപ്പോൾ നടക്കുന്ന ഫസ്റ്റ് കെമാറ്റ്, നവംബർ 2020 ശേഷം നടക്കുന്ന കെമാറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സൺഡേ നടക്കുന്ന കെമാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആ കെമാറ്റിന് നിങ്ങളുടെ വാലിഡ് സ്കോർ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യും. ഈ 3 സ്കോറുകളാണ് സാധാരണഗതിയിൽ കുസാറ്റിലെ റെഗുലർ MBA പ്രോഗ്രാമിന് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. റെഗുലർ MBA പ്രോഗ്രാം മറ്റെല്ലാ കോളേജിലും ഉള്ള പോലെ തന്നെ റെഗുലർ MBA പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ, എക്സാമിന് നല്ല സ്കോർ ആവശ്യമുണ്ട്, ഒപ്പം തന്നെ നിങ്ങൾ ഈ ക്യാറ്റ് പോർട്ടലിൽ കുസാറ്റിന്റെ പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യാം. അടുത്ത സ്റ്റേജ് സാധാരണ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഏപ്രിൽ 30 ശേഷം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാറ്റ് രജിസ്ട്രേഷൻ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സ്കോറും നോക്കിയിട്ട്, പൊതുവെ എക്സാം സ്കോറും ഡിഗ്രിയുടെ മാർക്കൊക്കെ നോക്കിയിട്ട് കുറച്ച് ആളുകളെ കുസാറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് GD ഇന്റർവ്യൂവിന് വിളിക്കും. ഇതാണ് അടുത്തൊരു പ്രോസസ് സാധാരണ സംഭവിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ള വളരെ വ്യക്തമാണ്. കെമാറ്റ് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GD ഇന്റർവ്യൂ കോൾ കിട്ടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്.
യൂഷ്വലി ഒരു നോർമൽ കേസ് വരുവാണെങ്കിൽ കുസാറ്റിലെ സ്കോർ ഒരു 400 മുകളിലേക്ക് 350 മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ ജനറൽ കാറ്റഗറി നിങ്ങൾക്ക് കുസാറ്റിലെ GD ഇന്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനൊരു ഹയസ്റ്റ് സ്കോർ ഒരു 500 520 ഒക്കെ ഹയസ്റ്റ് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓരോ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന മാർക്കുകളൊക്കെ വ്യത്യാസം വരാറുണ്ട്. ഒരു 500 520 ഒക്കെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ ഒരു 350 400 മുകളിലോട്ടൊക്കെ എന്തായാലും തന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ കിട്ടും. ഓക്കെ, GD ഇന്റർവ്യൂ കോൾ കിട്ടും. അപ്പോൾ GD ഇന്റർവ്യൂ കൂടെ പരിഗണിച്ചിട്ടാണ് ലാസ്റ്റ് ഫൈനലി റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് മറ്റ് എല്ലാ പ്രോഗ്രാമുകൾക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് നോർമലിയുള്ള പ്രോസസ്സ്. ഇനി നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടാനായിട്ട് ഹൈ സ്കോർ ഞാൻ പറഞ്ഞു. അപ്പം ഏറ്റവും ഡിമാൻഡുള്ള കോളേജുകൾ കൊണ്ട് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് 400 മുകളിലുള്ള സ്കോറൊക്കെ വളരെ സേഫ് സ്കോറായിട്ട് കാണാം. അപ്പം നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പ്ലേലിസ്റ്റ്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് എല്ലാം കാണാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ എക്സ്പ്ലോസീവ് വീഡിയോസ്, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലോസീവ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ MBA ക്ലൗഡിൻ്റെ കെമാറ്റ് കോച്ചിങ് പാർട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾറെഡി ഒരു 25 ഓളം വീഡിയോസ് ഓൾറെഡി അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഒരു 3 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വരും ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് കറണ്ട് അഫയേഴ്സിന്റെ ബ്രീഫും നിങ്ങൾക്ക് അതൊക്കെ ലഭ്യമാണ്. ഇത്തരം കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയ വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കെമാറ്റ് ട്രെയിനിങ് ഓപ്ഷൻ ജോയിൻ ചെയ്യാം. യൂട്യൂബിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് ജോയിൻ ബട്ടൺ വെച്ച് ജോയിൻ ചെയ്യുവാണെങ്കിൽ, ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതൊരു ഈ ചാനലിലെ മറ്റേ പേജിലേക്ക് മൂവ് ചെയ്യും. 89 പെർ മന്ത് എന്ന റേറ്റിൽ. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിന്റെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനാണ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം GD പ്രോസസ്സും കഴിഞ്ഞാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മൾ GDക്കും ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ്ങുകളും എക്സാം കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കെമാറ്റിന്റെ എക്സാം ഫോക്കസ് ചെയ്ത വീഡിയോസാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ GD ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ കോണ്ടന്റ് ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ യൂസ്ഫുൾ ആയിരിക്കും. സാധിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്യാം. സോ കുസാറ്റിലെ കാര്യങ്ങൾ പറയുന്നു. അപ്പം എല്ലാവരും ക്യാറ്റ് വിൻഡോയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്, കുസാറ്റിന്റെ വിൻഡോയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഏപ്രിൽ 30 ഡെഡ് ലൈൻ. എക്സാം നന്നായിട്ട് എഴുതുക. എക്സാം നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ കിട്ടാനായിട്ട് ലഭ്യമാകും. എക്സാമിന് നല്ല സ്കോർ കിട്ടാനായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് നന്നായിട്ട് കാണാം. ഒപ്പം തന്നെ മെമ്പർഷിപ്പ് ഓപ്ഷൻ താല്പര്യമുള്ളവർക്ക് യൂട്ടിലൈസ് ചെയ്യുക. സോ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ. സ്റ്റേ ബൈ.